ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ ഞാൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഞാൻ വോയിസ് ഇട്ടപ്പം ഒരു കാര്യം പറഞ്ഞിരുന്നു. മാർക്കറ്റ് 200 പോയിൻറ്റ് ഗ്യാപ് ഡൗണിലാണ് ഓപ്പൺ ചെയ്തത് അല്ലേ. 200 പോയിൻറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇത് ഞാൻ ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞു, നമുക്ക് നിർണായകമായിട്ടുള്ളത് 23,800 നമ്മുടെ നിർണായകമായിട്ടുള്ള ലൈൻ. ഈ 23,800 താഴെ പോകണം. ഇന്നലെ വീഡിയോ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. 23,800 താഴെ മാർക്കറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഡോട്ടഡ് ലൈനാണ് ഇല്ലേ. ഈ ഡോട്ടഡ് ലൈനും പൊട്ടിയാൽ പിന്നെ മാർക്കറ്റ് 23,500. ഇത്രയും കാര്യമാണ് ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ മാർക്കറ്റ് ഇന്ന് ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്തത്. നമ്മളുടെ ആ ഡോട്ടഡ് ലൈൻ്റെ 23,700 എന്ന് പറഞ്ഞ ഡോട്ടഡ് ലൈൻ്റെ താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് 100 പോയിൻറ്റ് താഴോട്ട് വന്നു. അതിനുശേഷം ഒരു റിക്കവറി നടന്നു. ഇത്രയാണ് മാർക്കറ്റിൽ ഇന്നലെ നടന്നത്. നമ്മൾ രാവിലെ ഗ്രൂപ്പിൽ സംസാരിച്ചത് ഓപ്പൺ ചെയ്തതിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഇതിന് താഴെ നിൽക്കുകയാണ്, 23,700 താഴെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് തന്നെ വരും. അല്ല 23,700 മുകളിലോട്ട് പോകുകയാണെങ്കിൽ മാത്രമേ നമുക്കൊരു അപ്സൈഡിൻ്റെ ഒരു നേരിയ പ്രതീക്ഷയെങ്കിലും ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് വീണ്ടും 100 പോയിൻറ്റ് 190 പോയിൻറ്റ് ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്തു. അതിനുശേഷം 100 പോയിൻറ്റുള്ള പിന്നെയും മാർക്കറ്റ് താഴോട്ട് വന്നു. താഴോട്ട് വന്നതിന് ശേഷം അപ്പോൾ മൊത്തം 300 പോയിൻറ്റിനടുത്ത് മാർക്കറ്റ് എന്ത് ചെയ്തു, ഫോൾ ചെയ്തു അല്ലേ. അതിനുശേഷം മാർക്കറ്റ് അവിടെ നിന്ന് പതുക്കെ റിക്കവർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ റിക്കവർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, എവരി ഹൈ ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ എ സെൽ. ഓരോ ഉയർച്ചയും നമുക്ക് സെൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മാർക്കറ്റ് ഇവിടെ വന്നു. മാർക്കറ്റ് തിരിച്ച് വീണ്ടും ഓപ്പണിംഗ് റേഞ്ചിലോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഡോട്ടഡ് ലൈൻ്റെ അവിടെയോ എത്തിയപ്പോൾ ശേഷം വീണ്ടും അവിടെ നിന്ന് സെല്ലിങ് വന്നു. വീണ്ടും അവിടെ നിന്ന് മാർക്കറ്റ് കയറി. അതിനുശേഷം അവിടെ നിന്ന് കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്കൗട്ട് ഈ നമ്മുടെ ഡോട്ടഡ് ലൈൻ്റെ മുകളിലൊരു ബ്രേക്കൗട്ട് നൽകി നല്ലപോലെ മുകളിലോട്ട് കയറാൻ ശ്രമിച്ചെങ്കിലും ഫെയിലായി. വീണ്ടും തിരിച്ച് വന്ന് സപ്പോർട്ട് എടുത്തു. എവിടെ, നമ്മുടെ ഓപ്പണിംഗ് റേഞ്ചിലോ അല്ലെങ്കിൽ ഡോട്ടഡ് ലൈനോ സപ്പോർട്ട് എടുത്തു. അവിടെ ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ മാക്സിമം ആട്ടിക്കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പ്രീമിയം ഒരുക്കി കിട്ടാം എന്ന് വിചാരിച്ചു. അതിനുശേഷം എന്താ സംഭവിച്ചത്, ഇവിടുന്ന് വീണ്ടും ഡോട്ടഡ് ലൈൻ അവിടെ നിന്ന് വീണ്ടും ഒരു നല്ലൊരു ബൈ മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തു. കൃത്യമായിട്ട് 23,800 അവിടെ മാർക്കറ്റ് എത്തി. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് കയറിയപ്പോൾ ഇവിടെ വന്നപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു, മാർക്കറ്റ് ഇവിടുന്ന് മുകളിലോട്ട് കയറിയാലും ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കണമെന്നുണ്ടെങ്കിൽ 23,800 മുകളിൽ സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഷോർട്ട് കവറിങ് റാലി നടക്കൂ. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും ഈ ഹൈ എന്ന് പറയുന്ന ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ എവരി ഹൈ ഈസ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ തക്ക കാരണങ്ങളൊന്നും ഇല്ല. ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ മിനിഞ്ഞാന്ന്, അതായത് നിഫ്റ്റിയുടെ എക്സ്പയറിയിൽ എന്താണോ സംഭവിച്ചത് അതേ സെയിം കാര്യം തന്നെയാണ് ഇന്ന് സെൻസെക്സിൻ്റെ എക്സ്പയറിയിൽ സംഭവിച്ചത്. എന്തിനു വേണ്ടിയോ ആരോ മാർക്കറ്റിനെ കയറ്റിക്കൊണ്ടുപോയി അല്ലേ, എന്തിനു വേണ്ടിയോ ആരോ മാർക്കറ്റിനെ കയറ്റിക്കൊണ്ടുപോയി. അവസാനം മാർക്കറ്റ് അവസാനിക്കാറായപ്പം തിരിച്ച് എവിടെയാണോ അവിടെ തന്നെ കൊണ്ട് മാർക്കറ്റിനെ ഇറക്കിയിട്ടിട്ട് പോയി. ശരിയല്ലേ, എവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അതിന് താഴെ തന്നെ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത്, ഈ ബ്ലൂ ഡോട്ടഡ് ലൈനാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. ആ ഓപ്പണിംഗ് റേഞ്ച് തന്നെ മാർക്കറ്റിനെ കൊണ്ടിട്ടിട്ട് പോയി. വേറെ പ്രത്യേകിച്ച് സംഭവവാസങ്ങളൊന്നും മാർക്കറ്റ് നടന്നില്ല. 227 പോയിൻറ്റ് മാർക്കറ്റ് ഡൗണിലാണ് ഇന്നും ക്ലോസ് ചെയ്തത്. അപ്പം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ തക്ക വേറെ ന്യൂസുകളൊന്നും മാർക്കറ്റിലില്ല. എപ്പോഴും അടിയും ബഹളമാണ്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ വരുന്ന ന്യൂസുകൾ എന്തുവാണ്, ഹോർമോസിൽ കൂടെ ഇന്ത്യക്ക് പോകാൻ അനുവദിച്ചു എന്ന് ഒരു കൂട്ടർ പറയും. 1 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത കൂട്ടർ പറയും ഇല്ല, ഇന്ത്യക്ക് അങ്ങനെ അനുവാദം ഞങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ അടുത്ത ഉടനെ വരും, ഇല്ല ഇന്ത്യയിൽ 2 കപ്പലിന് പോകാൻ ഞങ്ങൾ അനുവാദം കൊടുത്തു. പിന്നെ കുറേ കഴിയുമ്പോൾ പറയും ഇല്ല ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. അതിനിടെ ഇന്ത്യ ഒരു 2 ടാങ്ക് സേഫായിട്ട് ഇന്ത്യയെ കൊണ്ടുവന്നു പറയും. ഇതൊക്കെ ആര് വിശ്വസിക്കുന്നത്, ആര് പറയുന്നത് വിശ്വസിക്കണം? അപ്പോൾ മാർക്കറ്റ് മൊത്തത്തിലെ ഒരു എന്താ പറയുന്നത്, ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. എന്തു പറയണം, ആര് പറയണം, എവിടെ പറയണം, എന്ത് വിശ്വസിക്കണം, ഏത് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ടോട്ടലി ഒരു കൺഫ്യൂസ്ഡ് ഏരിയയിലാണ് മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള മാർക്കറ്റ് സത്യം പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് ബെറ്റർ പരിപാടി. ഈ അൺസർട്ടനിറ്റി ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഈ അൺസർട്ടനിറ്റി കാലത്ത് ട്രേഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് ഈ വാർത്തയ്ക്കനുസരിച്ച് പോകും. അതിന് പറയുന്നത് നമ്മൾ ട്രേഡ് എടുക്കും, ഓപ്പോസിറ്റ് പോകും, വലിയ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പുതിയ ആൾക്കാർ റിസ്ക് അവരുടെ റിവാർഡ് അവർക്കുള്ളതാണ്. അല്ലാതെ പുതിയ ആൾക്കാർ കഴിവതും ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും അഭികാമ്യം. ഓക്കെ, ഇനി ഫർദറായിട്ട് മാർക്കറ്റ് എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ ഇപ്പം നമ്മുടെ ജനജീവിതത്തെ ഈ യുദ്ധം ബാധിച്ചു തുടങ്ങി ഇല്ലേ. LPGക്ക് ഇപ്പോൾ നീണ്ട ക്യൂ ആയി, ഹോട്ടലുകൾ അടച്ചു തുടങ്ങി, പെട്രോളിനും ഇനി മുതൽ ചെന്നൈയിലൊക്കെ പെട്രോളിനും ക്ഷാമം വന്നു എന്ന് ഒരു വീഡിയോ ഞാനിപ്പോൾ ഒരു റീൽ ഞാൻ കണ്ടു.
അപ്പോൾ എല്ലായിടത്തും പതുക്കെ ജനജീവിതത്തെ വളരെ ദുസ്സഹമായിട്ട് എന്ത് ചെയ്യുന്നു, ഈ യുദ്ധം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഫർദറായിട്ട് മുന്നോട്ട് എങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചാർട്ടും പ്രകാരം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പം നല്ലൊരു ബെയറിഷ് ടെറിട്ടറിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. നമ്മൾക്ക് ഡേ ക്യാൻഡിൽ ഒന്ന് നോക്കാം. ഡേ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡേ ക്യാൻഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ 23,500 എന്ന് പറയുന്ന ഈ നമ്പറുണ്ട്, 23,500, 23,800. ഈ 23,800 എന്ന് പറയുന്നത് വളരെ ഈ നിഫ്റ്റിക്ക് വളരെ നിർണായകമായിട്ടുള്ളൊരു ലൈനാണ്. ഇത് പണ്ട് തൊട്ടേ വരച്ചിട്ടേക്കുന്നൊരു ലൈനാണ് 23,800 എന്ന് പറയുന്നത്. 24,000 സൈക്കോളജിക്കൽ സപ്പോർട്ട്, 23,800 മാർക്കറ്റിന് ഒരു ഇമ്പോർട്ടൻ്റ്, നിഫ്റ്റിക്ക് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ് 23,800 എന്ന് പറയുന്നത്. ഈ 23,800 താഴെയാണ് ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. വളരെ നെഗറ്റീവ് ഒരു നോട്ടോടു കൂടെ, ഒരു റിജക്ഷൻ ക്യാൻഡിലോടുകൂടാണ് മാർക്കറ്റ് ഇന്ന് 23,800 താഴെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നിഫ്റ്റി 23,800 താഴോട്ട് വരുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ് ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നിഫ്റ്റി ഇത് ബ്രേക്ക് ചെയ്തത് എങ്ങാണ്ട് കഴിഞ്ഞ 2024 ഡിസംബർ, 2024-25 ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് എന്ത് ചെയ്തത്, നിഫ്റ്റി 24,800 ബ്രേക്ക് ചെയ്ത് താഴെ പോയത്. അതിനുശേഷം ഏകദേശം 3-4 മാസം കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ച് കയറിയത്. പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറിയത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് നിഫ്റ്റി പിന്നെ 23,800 നിന്ന് തിരിച്ചൊരു റിക്കവറി ചെയ്ത് മുകളിലോട്ട് കയറിപ്പോയത്. വീണ്ടും അതേ ടെറിട്ടറി തന്നെ മാർക്കറ്റ് ഒരു വർഷത്തിന് ശേഷം വീണ്ടും മാർക്കറ്റ് ഈ ഏരിയയിൽ വന്നു. വളരെ ബെയറിഷ് നോട്ടോടുകൂടിയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും. റിജക്ഷൻ ക്യാൻഡിൽ, ഡേ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും. വളരെ ഒരു നെഗറ്റീവ് നോട്ടോടാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ പേടിക്കണം. ഇനി ഇപ്പം നമുക്ക് ഉള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് 24,800 തന്നെയാണ് നമ്മളുടെ ഒരു മെയിൻ റെസിസ്റ്റൻസ് ഏരിയ. ഒരു വളരെ ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് 23,800 ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി 23,800 ബ്രേക്ക് ചെയ്ത് ഡേ ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിനി ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ മാർക്കറ്റിലുള്ളൂ. ഓക്കെ, യുദ്ധമൊക്കെയാണ്, ശരിയാണ്. പക്ഷേങ്കിൽ മാർക്കറ്റ് നമുക്ക് ഓരോ കാലാകാലങ്ങളിൽ മാർക്കറ്റിനൊരു ലെവലുകളുണ്ടല്ലോ. ആ ലെവലുകൾ ഇപ്പോൾ യുദ്ധമായാലും എന്തുമായാലും മാർക്കറ്റിലൊക്കെ ഒരു ലെവലുണ്ട്. ചില സമയങ്ങളിൽ വളരെ വയലൻ്റായിട്ട് മൂവ് ചെയ്യുമ്പോൾ ഈ ലെവലുകളൊന്നും വർക്ക് ചെയ്യത്തില്ല. എങ്കിലും നമുക്ക് പ്രീവിയസ് ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,800 താഴെ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ഒരു നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ ഒരു വളരെ നെഗറ്റീവ് നോട്ടായിട്ട് തന്നെയാണ്, ഒരു എന്താ പറയുക, ഒരു ബെയറിഷ് ടെറിട്ടറിയിലോട്ട് മാർക്കറ്റ് മാറി എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും നാളെ ഇനി മാർക്കറ്റ് ഇവിടുന്ന് തിരിച്ചു കയറുമോ ഇല്ല എന്നുള്ളത് ഇന്നത്തെ രാത്രി ഉണ്ടാകുന്ന ന്യൂസുകൾ. കാരണം യുദ്ധത്തിന് യാതൊരു സമവായവും ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. യുദ്ധം നിർത്താൻ ഒരു സൈഡിൽ കൂടെ ആൾക്കാർ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇറാൻ ഒരു തരത്തിൽ അമ്പിലും ഇല്ലിലും അടുക്കുന്നില്ല. യുദ്ധം തുടങ്ങിയത് അവരല്ലേ, നിർത്തണമെങ്കിൽ ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് ഇപ്പം അവർ പറയുന്നത്. അപ്പം എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് യാതൊരു പിടിയുമില്ല. ക്രൂഡിൻ്റെ വില ഇങ്ങനെ ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നു, കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ 100 രൂപയുടെ അടുത്ത് വരെ പോയി, വീണ്ടും ഇന്ന് ഉച്ച കഴിഞ്ഞപ്പം വീണ്ടും പൊട്ടി. അപ്പോൾ ഇത് പറഞ്ഞില്ല, ആരുടെയും കൺട്രോള് നിൽക്കാത്ത രീതിയിൽ പിടിവിട്ട് പോയ കേസായിട്ടാണ് ഇപ്പം യുദ്ധം മാറിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പരിസമാപ്തി എന്താണെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത് 23,800 പൊസിഷനുകളായിട്ട് നോക്കുവാണെങ്കിൽ 23,800 സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ട്രേഡ് താഴോട്ട് നോക്കാനേ നമുക്ക് പറ്റത്തുള്ളൂ. 23,800 എന്ന് ഡേ ക്യാൻഡിൽ മോളിൽ ക്ലോസ് ചെയ്യുന്നു അന്ന് മാത്രമേ നമുക്കിനി ഒരു അപ്സൈഡ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ന്യൂസുകൾ വന്നു. അതുപോലെ തന്നെ അമേരിക്കയിൽ നിന്നൊരു ന്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ, ഓരോ കമ്പനികൾക്കെതിരെ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ ഉള്ള പ്ലാൻ അമേരിക്ക ഇങ്ങനെ കോപ്പ് കൂട്ടുന്നുണ്ട്. അതും നമ്മുടെ കമ്പനികൾക്കൊക്കെ ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം മാർക്കറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോൾ ഇപ്പോൾ ഡേ ക്യാൻഡിൽ കാര്യം കണ്ടല്ലോ, 23,800 ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് താഴെയുള്ള 23,375 ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,639 ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 23,375 സപ്പോർട്ടുള്ളത്. കഴിഞ്ഞ് 22,800 ആ റേഞ്ചാണ്. ഇതൊക്കെ ജസ്റ്റ് എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, നോട്ട് ചെയ്ത് വെക്കാനാണ്, ഡേ വൈസിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിനിയിപ്പം നമുക്ക് നോക്കാനുള്ളത് ഇൻട്രാഡേ ഒന്നും പറയാനില്ല. ഇൻട്രാഡേ ഞാൻ എന്താ പറയേണ്ടത്, ഇൻട്രാഡേ പറയണമെന്നുണ്ടെങ്കിൽ 23,800 മുകളിലോട്ട് മാർക്കറ്റ് പോയെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അപ്സൈഡ് നോക്കാനുള്ളൂ. പിന്നെ നമുക്കൊരു ടെമ്പററി ഒരു സപ്പോർട്ട് ഇവിടെ കാണും, നോക്കട്ടെ എന്തുവാ സംഭവം.
ഇനിയിപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യം, ഇത് നേരത്തെ ഒരു പ്രീവിയസ് സപ്പോർട്ടാണത്. അതായത് ഇവിടെ ഒരു പ്രീവിയസ് സപ്പോർട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് ആക്ട് ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ ഓക്കെ, അവിടെ കടന്നോട്ടെ, ഇനി അത് കളയണ്ട, അവിടെ കടന്നോട്ടെ. അപ്പം ഇനിയിപ്പം നമുക്ക് നാളെ നോക്കാനുള്ളത് 23,800 ഇൻട്രാഡേ ആയാലും ഡേ വൈസ് ആയാലും 23,800 മുകളിലോട്ട് മാർക്കറ്റ് പോകുന്നത് നോക്കാം. മേലോട്ട് പോകുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു അപ്സൈഡ്, ഇല്ലെങ്കിൽ മാർക്കറ്റ് പതുക്കെ താഴെട്ടിറങ്ങി വരും. 23,500 സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അതിനുശേഷം താഴെ നമുക്ക് ഇൻട്രാഡേ ആയിട്ട് 23,225 ഉണ്ട്. നോക്കുക നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത്. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഈ പറയുന്ന പോലെ തന്നെ മിഡ് ക്യാപ്പ് ഇന്ന് എന്താണെന്ന് നോക്കിക്കേ, ഇത്രയും നിഫ്റ്റി ഡൗണിൽ പോയിട്ട് മിഡ് ക്യാപ്പ് വലിയ കുഴപ്പമില്ലാതെ ക്ലോസ് ചെയ്തു അല്ലേ. കാരണം മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളിൽ പ്രധാനപ്പെട്ട BSE നല്ല രീതിയിൽ പെർഫോം ചെയ്ത് പിടിച്ചു നിന്നു. ഡിക്സണും അതിൻ്റെ കൂട്ടത്തിൽ സഹായിച്ചു. കൊമിൻസ് ഇന്ത്യയും തിരിച്ചു കയറി. അവർ 3 പേരോട് ചേർന്നാണ് മിഡ് ക്യാപ്പിനെ ഇന്ന് പിടിച്ചു നിർത്തിയത്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള മാർക്കറ്റിൽ ഇതൊന്നും വലുതായിട്ടൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം നാളെ എന്തായാലും ഇതിൻ്റെ ഒരു ശാന്തത വരാതെ മാർക്കറ്റ് ചൊവ്വേ നേരെ എങ്ങോട്ട് പോകുന്ന ഒരു മനുഷ്യനും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ തന്നെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലാണെങ്കിൽ പിന്നെ ഒട്ടും പറയുകയും വേണ്ട. അപ്പോൾ അതുകൊണ്ട് ട്രെൻഡിനകത്ത് പോകാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ന്യൂസുകൾ ശ്രദ്ധിക്കുക, ന്യൂസുകൾ വരുന്നതിനനുസരിച്ച് ആയിരിക്കണം നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യേണ്ടത്. ഇന്നിവിടെ കുവൈറ്റിലും വളരെ മോശമാണ് അവസ്ഥ. ഇപ്പോൾ എൻ്റെ ഫ്ലാറ്റിന് അടുത്ത് തന്നെ ഒരു അറ്റാക്ക് നടന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ. ഇന്ന് വെളുപ്പിന് നടന്നു. ആ ബിൽഡിങ് കത്തി. അതുപോലെ തന്നെ എയർപോർട്ടിനും നല്ല രീതിയിൽ അടി കിട്ടി എന്നിപ്പോൾ ന്യൂസ് വരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും വല്ലാത്ത ഒരവസ്ഥയാണ്. GCC രാജ്യങ്ങൾ മുഴുവൻ വല്ലാത്തൊരു ഭീതിയിലാണ്. സാധനങ്ങൾക്കൊക്കെ വില കൂടാൻ തുടങ്ങി. എല്ലാം കൊണ്ടും വല്ലാത്ത അരക്ഷിതാവസ്ഥയാണ്. അപ്പോൾ ഈ യുദ്ധം എന്നാണ് പരിസമാപ്തി ആകുന്നതെന്നുള്ള കാര്യം ദൈവം തമ്പുരാനെ മാത്രമേ കാണത്തുള്ളൂ. നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എത്രയും പെട്ടെന്നൊക്കെ തീരാൻ. അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ, അല്ലാതെ വേറെ നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ലല്ലോ ഇത്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. GCCയിലുള്ളവരായാലും ഗൾഫിലുള്ളവരായാലും ഒക്കെ നിങ്ങൾ സേഫായിട്ടിരിക്കുക. നാട്ടിലുള്ളവർക്ക് കണ്ടില്ല, ഗ്യാസിനൊക്കെ വളരെയധികം ആൾക്കാർ ക്യൂ നിൽക്കുന്നു, പെട്രോളിന് പ്രശ്നങ്ങൾ, പലവിധ പ്രശ്നങ്ങളാണ്. അപ്പം എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ നടുവിൽ ഈശ്വരനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാനില്ല. അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.